നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു പ്രോബ്ലത്തെ കുറിച്ചിട്ടാണ്. അതേപോലെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഡൂം സ്ക്രോളിങ്. ഞാൻ മുൻപൊക്കെ സ്ലീപ്പ് ഷെഡ്യൂൾ ഒന്ന് കറക്റ്റ് ആക്കണം, പ്രോപ്പറായിട്ട് സമയത്ത് ഉറങ്ങണം, പ്രോപ്പറായിട്ട് സമയത്ത് എണീക്കണം എന്നൊരാഗ്രഹത്തോടെ ഉറങ്ങാനായിട്ട് നേരത്തെയൊക്കെ പോകുമായിരുന്നു. ഒരു 10 മണിയാകുമ്പോഴത്തേക്കും കട്ടിലിൽ എത്തും, കിടക്കും. എന്നിട്ട് കിടന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉറക്കം വരാതാവുമ്പോൾ എന്നാൽ ഒരു 5 മിനിറ്റ് റീൽസ് നോക്കി ഇരുന്നേക്കാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാക്സിമം റീൽസ് നോക്കി ഇരുന്നേക്കാം എന്ന് വിചാരിച്ച് ഫോൺ എടുക്കും. പക്ഷെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എന്നിട്ടൊരു ലാസ്റ്റ് ഇതൊന്ന് ടൈം എത്രയെന്ന് നോക്കുമ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കും, ഒരു ടാസ്ക് മുന്നിലുണ്ടാവും. ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് നേരം 2 മിനിറ്റ് ഒന്ന് ഫോൺ എടുത്ത് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് ഫോൺ എടുക്കും. എന്നിട്ട് അത് നോക്കിയിരുന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ടാസ്ക് നടക്കുകയില്ല, അന്നത്തെ ദിവസം കൊളാവുകയും ചെയ്യും. ഇതേപോലെ നിങ്ങളുടെ ലൈഫിലും ചില ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ദാറ്റ് ഫോൺ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസും ഷോർട്ട് ഫോം കോണ്ടൻറ്റ് ഇൻ ജനറൽ കാരണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ വർക്ക് ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളോ ചെയ്യാതിരിക്കുകയും അതിനൊരു തടസ്സമായി മാറുകയും ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുണ്ടെങ്കിൽ ഇതൊരു പ്രോബ്ലമായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ആൻഡ് ഇത് ആക്ച്വലി നിങ്ങളുടെ ഫോൾട്ട് കൊണ്ടൊന്നുമല്ല. ഇത് ഒരു വെരി ക്ലെവർലി എൻജിനീയർഡ് ആയിട്ടുള്ള ഒരു ട്രാപ്പാണ്. ഇതിൻ്റെ പിന്നിൽ തൗസൻഡ്സ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡ് ആയിട്ടുണ്ടാവും ഈ ഒരു ആൽഗോരിതം ആൻഡ് ഈ ഒരു ഇൻ്റർഫേസ് ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് തന്നെ. ഇതിൻ്റെ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോപ്പമീൻ ഫീഡ്ബാക്ക് ലൂപ്പാണ്. നിങ്ങൾ ഓരോ വട്ടവും സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിനൊരു ഈസിയസ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ കമ്പാരിസൺ എന്ന് പറയുന്നത് ഈ കസീനോസിലൊക്കെയുള്ള സ്ലോട്ട് മെഷീനാണ്. അതിലെന്താ നമ്മൾ ചെയ്യാറ്, ഒരു ഒരു കോയിൻ എടുത്ത് അതിലേക്ക് ഇടും, എന്നിട്ടൊരു ഹാൻഡിൽ വലിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡിലൊരു എക്സൈറ്റ്മെൻറ്റ് അത് ക്രിയേറ്റ് ചെയ്യാണ്. ഇതാണ് ഗാംബ്ലിങ്ങിൽ കുറേ ആൾക്കാർ അഡിക്റ്റഡ് ആവാനുള്ള കാരണം ഇത് തന്നെയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു ഡോപ്പമീൻ റഷ് നമ്മുടെ മൈൻഡിൽ കിട്ടും. ആ കോയിൻ ഇട്ട് അത് കറങ്ങി കറങ്ങി നമുക്ക് കിട്ടേണ്ട പൈസ അടിച്ചോ ഇല്ലയോ എന്ന് അറിയുന്ന ആ ഒരു കുറച്ച് സമയത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ മൈൻഡിൽ ഡോപ്പമീൻ റഷ് ഉണ്ടാക്കും. ഈ സെയിം പ്രിൻസിപ്പിളാണ് ഈ യൂസർ ഇൻ്റർഫേസിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലെങ്കിൽ ടിക്ടോക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലൊക്കെ നമ്മൾ കാണുന്ന ഇൻഫിനിറ്റ് സ്ക്രോൾ. ഓരോ വട്ടവും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആ ഒരു ഡോപ്പമീൻ റഷ് വരും. അടുത്തത് നല്ല വീഡിയോ ആയിരിക്കുമോ അതോ ചീത്ത വീഡിയോ ആയിരിക്കുമോ, എന്തായിരിക്കും അതിലെ കോണ്ടൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് ഓവർകം ചെയ്യാനായിട്ട് കുറച്ച് വഴികളുണ്ട്. എൻ്റെ ലൈഫിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആ വഴികൾ നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലെ പോയിൻറ്റ്. അപ്പോൾ ഞാൻ വഴികൾ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും എഫക്റ്റീവ് ആയത് ഡിജിറ്റൽ മിനിമലിസം എന്നുള്ള കോൺസെപ്റ്റാണ്. ഇതിൽ പറയുന്നത് ബേസിക്കലി നമ്മൾ ഫോണിലുള്ള നമുക്ക് ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ആയിരുന്നു ഒരു മെയിൻ പ്രശ്നക്കാരൻ ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ആരെങ്കിലും ഒരു റീൽസ് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കും, മെസ്സേജ് എടുക്കാനായിട്ട് നോക്കി തുടങ്ങി, അവരയച്ച റീൽ കണ്ടു, അതിന് റിപ്ലൈ ചെയ്തു, പിന്നെ ബാക്കി റീൽസൊക്കെ നോക്കി ഒരെണ്ണത്തിലേക്ക് കടന്നു, പിന്നെ അതങ്ങനെ സമയം പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലൂപ്പിലേക്ക് ചാടാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് വഴി നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം അല്ലെങ്കിൽ കിടക്കാൻ പോകുന്ന ടൈമൊക്കെ ഫോക്കസ് മോഡ്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ട്രിഗർ പോയിൻ്റ്, ഇവിടെ വരുന്ന ട്രിഗർ ആ നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ വരും, എന്നിട്ട് നമ്മുടെ ഫോളോയിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് ആപ്പ് തുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രിഗർ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ ആ ആക്ഷനും അവിടെ ഉണ്ടാവില്ല. ഇതേപോലെ മറ്റൊരു പോയിൻ്റാണ് 20 സെക്കൻഡ് റൂൾ ഫോളോ ചെയ്യുക എന്നുള്ളത്. ഇത് പറയുന്നത് സിമിലർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോവാണ്, ഉറങ്ങാൻ കിടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരു 20 സെക്കൻഡ്സ് എഫേർട്ട് എടുത്ത് ചെന്നെത്തുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഫോൺ വെച്ചിട്ടുണ്ടാവേണ്ടത്. നിങ്ങൾ കിടക്കുന്ന കട്ടിലിലെ തലയണയുടെ അടിയിലേക്കാണ് ഫോൺ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഫോൺ എടുക്കണം നോക്കണം എന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ ഇൻസ്റ്റൻ്റ്ലി എടുത്ത് ചെയ്യാൻ പറ്റും.
പക്ഷെ അടുത്ത റൂമിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അലമാരയുടെ അകത്ത് പൂട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ആവാണ്. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇൻറ്റൻഷൻ വരും, ഫോൺ എടുക്കണം നോക്കണം. പക്ഷേ അത് ആക്ഷനിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങളത് ചെയ്യാനുള്ള പ്രോബിലിറ്റി കുറയും. പിന്നെയുള്ളത് ബോർഡമായിട്ട് കുറച്ചും കൂടി നമ്മൾ പെരുത്തപ്പെടുക എന്നുള്ളതാണ്. നമുക്കിപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ പറ്റാതായി വരികയാണ്. എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കുറച്ച് നേരം വെറുതെ ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ക്രീൻ എടുത്ത് നോക്കണം എന്നുള്ള ഒരു ആങ്സൈറ്റി വരികയാണ് നമുക്ക്. ഫോൺ ആയിക്കോട്ടെ, ടി വി ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിലാവാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ആദ്യം തന്നെ നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ. അപ്പോൾ നിങ്ങൾ പതുക്കെ ആ ടോളറൻസ് ബിൽഡ് ചെയ്ത് വരേണ്ടതുണ്ട്. അപ്പോൾ അത് മേ ബി ഒരു 1 മിനിറ്റ് നിങ്ങളൊരു ടൈമർ വെച്ചിട്ട് ജസ്റ്റ് വെറുതെ ഇരിക്കുക. നിങ്ങളുടെ മൈൻഡൊന്ന് കാമാക്കാൻ നോക്കുക, ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വെറുതെ ഇരിക്കാൻ നോക്കുക. എന്നിട്ട് പിന്നെ അത് 3 മിനിറ്റും 5 മിനിറ്റും 10 മിനിറ്റ് അങ്ങനെയൊക്കെ ആക്കി കൂട്ടി ആ ഒരു ടോളറൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് വേറൊരു ആക്ഷനായിട്ട് അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇരിക്കാൻ നേരത്ത് ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കാൻ തോന്നും. അങ്ങനെയുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങളത് വേറൊരു കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു ആക്ഷനായിട്ട് റീപ്ലേസ് ചെയ്യുക. അത് മേ ബി ബുക്ക് വായിക്കുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് ഒന്ന് ജസ്റ്റ് ഇറങ്ങി നടക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും വേറൊരു ഹാബിറ്റായിട്ട് ഇത് റീപ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വഴി. നമ്മൾ ഫിലോസഫിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കോൺസെപ്റ്റായിട്ട് ലിങ്ക് ചെയ്യാം. നിങ്ങൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നോക്കും, ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കി തുടങ്ങിയാൽ ആ ഒരു ലൂപ്പിൽ പെട്ടുപോകും എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും. കാരണം അതങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ ഫോൺ എടുക്കണോ വേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആക്ഷനിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക. ആവശ്യമില്ലാത്ത സമയത്ത് ഫോൺ എടുത്ത് നോക്കിയേക്കാം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നിങ്ങളെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഫോൺ എടുക്കേണ്ട, ഇപ്പോൾ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. ഈ വഴികളിലൂടെയൊക്കെ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു റിമോട്ട് കൺട്രോൾ നിങ്ങൾക്ക് തിരിച്ചു മേടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഇതിൽ നിന്നൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് കുറേയൊക്കെ കൺട്രോൾ വീണ്ടും കിട്ടാൻ സാധിച്ചത്. ഇതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസൊക്കെ പ്രാക്ടിക്കൽ ഫിലോസഫീസിലൂടെ നോക്കിക്കാണാനും മനസ്സിലാക്കാനും ഓവർകം ചെയ്യാനുള്ള വഴികൾ എന്താണെന്ന് അറിയാനും ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ലിങ്ക് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കുക. അതും നിങ്ങൾക്ക് പ്രോബബ്ലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.